ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ 1, 2, 3, 4 വീഡിയോസ് എടുത്തതിന്റെ ബാക്കിയായിട്ടുള്ള ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആ ഒരു പാർട്ടിൽ നിന്ന് ഉള്ള 30 മാർക്കിന്റെ ടോപ്പിക്സ് PYQ വെച്ച് നമ്മൾ ഡിസ്കഷൻ ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി. കാരണം ഒരുപാട് കമന്റ്സുകൾ എനിക്ക് അതിൽ വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷമായ കമന്റ്സുകളുണ്ട്. ഓക്കെ, അതുപോലെ ഒരു വീഡിയോ ആവട്ടെ ഇതും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നു. PYQs ആണ്. നിങ്ങളെ +2 ലെവൽ തസ്തികയായ ഫയർമാൻ, എക്സൈസ്, പോലീസ്, IRB 10th ലെവല്, WCPO, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് തുടങ്ങി ഫയർ വുമൺ അല്ലെ, ആ +2 ലെവലിലെ എല്ലാ യൂണിഫോം തസ്തികകളും, പിന്നെ 10th ലെവല് മെയിൻസ് ഇനി വരാൻ പോകുന്നു, പിന്നെ ഡിഗ്രി പ്രിലിംസ്, അതിനൊക്കെ ഈ PYQs വളരെ സഹായകമായിരിക്കും. അപ്പൊ നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഒരാളുടെ പേരാണ് ആൻ ഡാഷ് എ സം ഓഫ് 500 rupees ഔട്ട് ഓഫ് ദി ബാങ്ക് എവറി വീക്കെൻഡ്. അതായത് ആന് 500 രൂപ ബാങ്കിൽ നിന്നും ഔട്ട് ഓഫ് ദി ബാങ്ക് എവറി വീക്കെൻഡിൽ എടുക്കാറുണ്ട്. അപ്പൊ അതിൽ എക്സ്ട്രാക്ട്, ഡ്രാസ്, ഒപ്റ്റെയിൻസ്, ഫുൾസ് എന്നൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ബാങ്കിൽ നിന്ന് എടുക്കുന്ന പൈസയെ ബാങ്കിൽ നമ്മൾ വലിച്ച് പൈസ 500 രൂപ വെച്ച് എല്ലാ വീക്കെൻഡും വലിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രാ ചെയ്യും എന്നല്ലേ പറയാം, വിഡ്രാ ചെയ്യും, അപ്പൊ ഡ്രോസ് ആണ് അവിടെ ഉത്തരം വരുന്നത് കേട്ടോ. ആൻഡ് ഡ്രോസ് എ സം ഓഫ് 500 rupees ഔട്ട് ഓഫ് ദി ബാങ്ക് എവറി വീക്കെൻഡ്. അങ്ങനെയാണ് അതിൽ ഉത്തരം വരുന്നത്. വിഡ്രോ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ATM പോയി നിൽക്കുമ്പോൾ കാണാറില്ലേ വിഡ്രോ, അതിൽ നിന്ന് കിട്ടും ഡ്രാസ് കേട്ടോ. ഇങ്ങനെ ഓരോന്നിനും ഐഡി കയറ്റി പിടിച്ചു പോകണം. അടുത്ത, റോസ് ഈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇതില് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നാണ് ചോദിക്കുന്നത്. ഏത് ഡിഗ്രിയിലുള്ള സെന്റൻസ് ആണ് ഇത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 തരത്തിലാണ് ഡിഗ്രീസ് വരുന്നത്. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോം, രണ്ടാമത്തെ ഫോം വരുന്നത് കമ്പാരിറ്റീവ്, മൂന്നാമത്തെ ഫോം സൂപ്പർലേറ്റീവ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ദി മോസ്റ്റ് ഇത് സൂപ്പർലേറ്റീവ് ആണ്. ദി ബെസ്റ്റ്, ദി മോസ്റ്റ്, അങ്ങനെ മൂന്നാമത്തെ ഫോം വരുന്ന എല്ലാം എപ്പോഴും സൂപ്പർലേറ്റീവ് ആയിരിക്കും. ഇനി ER ഫോമിൽ വരുന്നത്, അതായത് ബെറ്റർ, ലെസ്സർ, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് കമ്പാരിറ്റീവ് ആയിരിക്കും കേട്ടാ. ഇനി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോമിൽ വരുന്നത്. ഇപ്പം ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. പോസിറ്റീവ് ആണെങ്കിൽ ബെസ്റ്റ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡ് ആണെങ്കിൽ പോസിറ്റീവ്, ബെറ്റർ ആണെങ്കിൽ കമ്പാരിറ്റീവ്, ബെസ്റ്റ് ആണെങ്കിൽ സൂപ്പർലേറ്റീവ്. എപ്പോഴും സൂപ്പർലേറ്റീവിന്റെ കൂടെ ദി ചേർക്കും, ദി ബെസ്റ്റ് എന്ന് പറയും. അതേപോലെ ദി മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സൂപ്പർലേറ്റീവ് ആണ്. ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടാ. നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല, സോ ഇത് നെഗറ്റീവ് വേർഡ് അല്ല. ഓക്കെ, നെഗറ്റീവ് വേർഡ്സ് വരുന്നതാണ് നെഗറ്റീവ് സെന്റൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അമിത് വെയിറ്റഡ് ഫോർ ഹെർ ഡാഷ് ദി എൻട്രൻസ്. അമിത് വെയിറ്റഡ് ഫോർ ഹെർ ഡാഷ് ദി എൻട്രൻസ്. എൻട്രൻസിലെ അമിത് അവളെ കാത്തിരുന്നു, വെയിറ്റ് ചെയ്തു. അറ്റ്, ഓൺ, ഇന്ന്, ഓവർ ഏത് വരും? അറ്റ് ദ എൻട്രൻസ്, അതാണ് ഏറ്റവും കറക്റ്റ്. നോക്കി പറഞ്ഞു നോക്കിയത്. അറ്റ് ദ എൻട്രൻസ്, അവിടെ ആ പ്രത്യേക പ്ലേസിനെ പറയുന്നു. ഓൺ ദി എൻട്രൻസ്, അതിന്റെ എൻട്രൻസിന്റെ പുറത്ത് കയറി നിൽക്കൂല. ഇൻ ദി എൻട്രൻസ്, ഇന്നെന്ന് പറയുമ്പോൾ അതിന്റെ ആയിട്ട് വരും, അത് വരും. ഓവർ ദി എൻട്രൻസ് അതൊന്നും വരത്തില്ല. അറ്റാണ് കറക്റ്റ് ആയിട്ടുള്ള അടുത്ത പ്രയോഗം. അറ്റ് ദി എൻട്രൻസ് എന്നേ വരുള്ളൂ. ദി ബേബി ഡാഷ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്. ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. ഇവിടെ ഏതാണ് വരുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ദ ബേബി ഡാഷ് വാണ്ട് ടു ഡ്രിങ്ക്സ് മിൽക്ക്. അടുത്ത സെന്റൻസിൽ ഈ സെന്റൻസ് ഇവിടെ തന്നേക്കുന്നത് ഇവിടെ ഏത് വരും കണ്ടുപിടിക്കാൻ. ഹി വാണ്ട്സ് ആണ് വന്നേക്കുന്നത്. ഹി വാണ്ട്സ്. ഇവിടെ വരുന്നത് ഡു, ഡിഡ്, ഡസ് ഇതൊന്നായിരിക്കും ഉത്തരം വരേണ്ടത്. അപ്പൊ ഇവിടെ ഡസിന്റെ ആണ് വരുന്നത്, കാരണം അവിടെ ഹി വാണ്ട്സ് എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഡസ് പ്ലസ് വാണ്ട് ആണ് വാണ്ട്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡസിന്റ്, ദി ബേബി ഡസിന്റ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. അതാണ് ഉത്തരം. ഇവിടെ ഉത്തരം ഡസിന്റ് ആണ് വരുന്നത്. അടുത്ത, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണേ. ബീഫ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രൈസൽ വെർബാണ് ബീഫ് അപ്പ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്താണ്?
ടു മേക്ക് സംതിങ് ബിഗർ. ടു മേക്ക് സംതിങ് ബിഗർ. നമുക്ക് ഈ ബീഫൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ബീഫ് അടിച്ച് കയറ്റി എന്നല്ലേ പറയുന്നത്. അടിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ ബീഫ് അടിച്ച് കയറ്റിയാടെ എന്നാണ് ചോദിക്കുന്നത്. ബീഫ് അടിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ബൾക്കി ആവും, എന്നെ പോലെ ആവും. പെട്ടെന്നാണ് ഞാൻ ബൾക്കി ആവുന്നത്. ഞാൻ ഭയങ്കര ഫാറ്റി ബോഡിയാണ്. പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണം വയ്ക്കും. അങ്ങനത്തെ ഒരു ശരീരപ്രകൃതിയാണ്. അപ്പം ടു മേക്ക് സംതിങ് ബിഗർ, അതാണ് ബീഫ് അപ്പ്. ബീഫ് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് ആലോചിച്ചാൽ മതി. ബീഫ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് സംതിങ് ബിഗർ, ഒരു കാര്യം വലുതാക്കുന്നത്, എന്തെങ്കിലും കാര്യം വലുതാക്കി പറയുന്നതിന് ബീഫ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. എൻസൈക്ലോപീഡിയ എങ്ങനെ എഴുതാം? എൻസൈക്ലോപീഡിയ എന്ന് നിങ്ങൾ എങ്ങനെ പഠിച്ചെഴുതിയാലും എൻസൈക്ലോ വരെ കിട്ടും. പീഡിയ എഴുതുമ്പോൾ PAE നിങ്ങൾ എടുക്കും. ഇല്ല, തെറ്റിപ്പോവും. അതുകൊണ്ട് അത് പഠിക്കുക. എൻസൈക്ലോ, അടുത്ത പീഡിയ PAEDIA ആണ്. തെറ്റിപ്പോലും. മീഡിയ എന്ന് എഴുതണമെങ്കിൽ PDA എഴുതാൻ പറ്റൂല. മീഡിയ എന്ന് MEAIDA നമ്മൾ എഴുതും. പീഡിയ എന്ന് ഇങ്ങനെ എഴുതിയ തെറ്റും. ഇത് തെറ്റാണ്. PAEDIA ഇതാണ് ശരി. എൻസൈക്ലോപീഡിയ എന്ന് എഴുതുമ്പോൾ അവസാനം PDA അങ്ങനെ എഴുതണം. ഇന്ന് തന്നെ പഠിച്ചാൽ അത് കിട്ടും. അടുത്ത ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ്. കാട്ടു താറാവിന്റെ പിറകെയുള്ള ഓട്ടം. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നിഷ്പ്രഭമായ പ്രവൃത്തി. കേട്ടാ, കാട്ടു താറാവിന്റെ പിറകെയുള്ള ഓട്ടം എന്ന് പറയാൻ നിഷ്പ്രഭമായ പ്രവൃത്തിയാണ്. അത് ചോദിക്കാറുള്ളതാണ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എ ഡാഷ് ഓഫ് ഫിഷ് കളക്റ്റീവ് നൗൺ ആണ്. അത് കൂട്ടത്തെ എന്തെന്ന് പറയുന്നത്? ഫിഷിന്റെ കൂട്ടത്തെ സ്കൂൾ എന്നാണ് പറയുന്നത്. സ്കൂൾ ഓഫ് ഫിഷ് ആണ്. ഇനി കമ്പനി ഓപ്ഷനിൽ ഉണ്ടായിരുന്നു, ബേബി ഓപ്ഷനിൽ ഉണ്ടായിരുന്നു, ബണ്ടിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ശരി ഉത്തരം. കമ്പനി എന്ന് പറയുന്നത് കമ്പനി ഓഫ് സോൾജിയേഴ്സ് വരും, ഹീറോസ് വരും. കമ്പനി ഓഫ് സോൾജിയേഴ്സ്, ഹീറോസ് ഒക്കെ വരും. ഇതൊക്കെ ഓപ്ഷനിൽ ഉള്ളതുകൊണ്ട് ഇത് പഠിക്കണം. ചിലപ്പോൾ ബേസിക്ക് തിരിച്ച് ഇനി ഓപ്ഷൻ ഉള്ളത് ചോദിക്കാം. ബേബി ഓഫ് ലേഡീസ് എന്ന് പറയും കേട്ടോ. ബേബി ഓഫ് ലേഡീസ്, അതേപോലെ ബേബി ഓഫ് ബ്യൂട്ടീസ് എന്നൊക്കെ പറയും. ബ്യൂട്ടി ലേഡി എന്നൊക്കെ എഴുതുമ്പോൾ അവസാനം വൈ വരും. ബേബിയുടെ കേസിലും അവസാനം വൈ ഉണ്ട്. അപ്പൊ ബ്യൂട്ടി ലേഡീസിന്റെ ഒക്കെ ഗ്രൂപ്പിനെ ബേബി എന്ന് പറയും കേട്ടോ. ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്, വടികളുടെ കൂട്ടത്തെ കളക്റ്റിംഗ് ആവുന്നതേ എന്ത് പറയും? ബണ്ടിൽ എന്ന് പറയും കേട്ടോ. അപ്പൊ ഇതാണ് ഇംഗ്ലീഷിന്റെ സെക്ഷൻ. ഇനി നമുക്കൊരു കുറച്ച് മലയാളം കൂടെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് മാത്സും പഠിക്കാറുണ്ട്. ഇന്ന് തന്നെ കൂടെ കുറച്ച് PYQ, ഇമ്പോർട്ടന്റ് PYQ 2 സെക്ഷൻസ് വരുന്ന 2 മാർക്കിന്റെ ഏരിയസ് ആയ മലയാളം പഠിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു അവിയൽ പരുവത്തിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ നമുക്ക് അത് ഉപയോഗപ്പെടും, ചിലപ്പോഴല്ല ഉപയോഗപ്പെടും. സപ്പോർട്ടും ഉണ്ടാവുന്നു ആ ഒരു പഠിത്തത്തിലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമുക്ക് ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, അതിനുശേഷം ലിംഗപ്രത്യയങ്ങളും കൂടെ പഠിക്കാറുണ്ട്. ഇത് 2 ചോദിക്കണേ. കുരുന്ന് അധികം ഓല, അതാണ് എന്തെന്ന് വരുന്നത്? കുരുത്തോല എന്ന് വരുന്നത്. അത് തെറ്റിപ്പോണ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങളൊന്ന് നോക്കുക. കുരുത്തോല നിങ്ങൾ പിരിച്ചെഴുതുമ്പം കുരുത്ത് അധികം ഓല എന്നല്ലേ എഴുതൂ. എന്നാൽ കുരുന്ന് അധികം ഓലയാണ് കുരുത്തോല. ഇത് ഇങ്ങനെ നിന്നിട്ട് ചേർത്തെഴുതാനും തരും, ഇത് പിരിച്ചെഴുതാനും ചോദിക്കാം. 2 രീതിയിലും ചോദിക്കാം. ക്വസ്റ്റ്യൻ ഒരെണ്ണം തെറ്റും. കുരുത്തോല പിരിച്ചെഴുതിയാൽ കുരുന്ന് അധികം ഓല, കുരുന്നും ഓലകൾ ചേർത്താൽ കുരുത്തോല എന്നാവും. കുരുന്നും ഓലയും കുരുത്തോല. ഇന്നീ കാലം എന്നൊക്കെ പറയും. ഇന്നീ എന്നത് പിരിച്ചെഴുതുമ്പോൾ ഈ അധികം നീ എന്നാണ്. ഈ അധികം നീ ആണ് ഇന്നീ എന്ന് മാറുന്നത്. ചെമ്പ് അധികം ഏട്, അതാണ് ചെപ്പേട്. അത് ഒരിക്കലും നിങ്ങൾ ചെമ്പേടെന്ന് എഴുതൂ. ഇത് ചെപ്പേടാണ് കേട്ടോ. ചെപ്പേട് പിരിച്ചെഴുതിയാൽ ചെമ്പ് അധികം ഏട് എന്ന് വരും. ചെമ്പ് അധികം ഏട്, ചെപ്പേട്. ഏട് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഏട്ടിലെ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായ വസ്തു എന്നാണ് അർത്ഥം. ഏട്ടിലെ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായ വസ്തു. അപ്പം ചെമ്പ് അധികം ഏട്, ചേപ്പേട് തിരിച്ചെഴുതിയാൽ ചെമ്പ് അധികം ഏട് ആണ് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാം ലിംഗങ്ങൾ. അലിംഗമുണ്ട്, സലിംഗമുണ്ട്, നപുംസകലിംഗമുണ്ട്, പിന്നെ ഒന്നുണ്ട് പൂജക ബഹുവചനം. ഓക്കെ, അപ്പോൾ അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിടുക്കർ. എന്തുകൊണ്ടാണ് അലിംഗം എന്ന് പറഞ്ഞാൽ? മിടുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മിടുക്കികളും മിടുക്കന്മാരും വരും. മിടുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അലിംഗം, ആ ലിംഗം ഏതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം മിടുക്കർ. ഓക്കെ. നല്ലവർ, നല്ലവൾ ഉണ്ട്, നല്ലവൻ ഉണ്ട്. അപ്പം അതിനോട് ചേർന്ന മിക്സാണ് എന്താണ് നല്ലവർ എന്ന് പറയുന്നത്. അതിൽ ആണാണോ പെണ്ണാണോ നമുക്കറിയാൻ പറ്റില്ല. അതാണ്. അങ്ങനെയല്ല, ആണുങ്ങളും വരാം പെണ്ണുങ്ങളും വരാം, മിക്സാണ്. അതാണ് അലിംഗം എന്ന് പറയുന്നത് കേട്ടോ. ഇനി സലിംഗ ബഹുവചനം ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ കൂട്ടമാണോ എന്ന് നമുക്കറിയാൻ പറ്റും.
അതായത് മിടുക്കന്മാർ. മിടുക്കന്മാർ എന്ന് പറയുമ്പം ആണുങ്ങളെ കൂട്ടമാണ്, ആണുങ്ങളിൽ മിടുക്കരായവർ അല്ലേ, അത് സലിംഗമാണ്. ഇനി മിടുക്കികൾ. മിടുക്കികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മിടുക്കരായ പെൺകുട്ടികൾ അല്ലേ, അപ്പം അതും സലിംഗമാണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നപുംസക ലിംഗം. ഇതിൽ ഈ നപുംസക ലിംഗം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതെന്നല്ല കാര്യം, ഇതിൽ ആണോ പെണ്ണോ അല്ലാത്തത് അതിൻ്റെ ബഹുവചനമാണ് ഈ നപുംസക ബഹുവചനം എന്ന് പറയുന്നത്. എക്സാമ്പിൾ മരങ്ങൾ. മരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആണുമല്ല പെണ്ണുമല്ല അല്ലേ, അല്ലാത്തൊരു ഇതാണ് നപുംസക ബഹുവചനം, മരങ്ങൾ എന്ന് വരും. ഓക്കെ. ഇനി പൂജക ബഹുവചനം. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന, പേര് കണ്ടാൽ ബഹുവചനം എന്ന് തോന്നിക്കുന്ന വാക്കുകളാണ്. എക്സാമ്പിൾ സ്വാമികൾ. സ്വാമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വിശിഷ്ടനായ ഒരു സ്വാമി വരികയാണ്. അപ്പോൾ അരവിന്ദ സ്വാമികൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അന്ന് വെച്ച് അങ്ങനെ അരവിന്ദ സ്വാമി ആയിട്ടുള്ള ഒന്നിക്കൂടുതൽ ആൾക്കാരെന്നല്ല അർത്ഥം വരുന്നത്. അദ്ദേഹത്തെ നമ്മൾ സ്വാമികൾ എന്നാണ് വിളിക്കുന്നത്. സ്വാമികൾ എന്ന് പറഞ്ഞാൽ സ്വാമിമാർ എന്നല്ല അർത്ഥം വരുന്നത്. സ്വാമികൾ എന്ന് ഒരു ബഹുവചനത്തോടോ ശബ്ദത്തോടു കൂടി ഒരു ഒരു റെസ്പെക്റ്റ് കൊടുത്താണ് പറയുന്നത്. അതുകൊണ്ട് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അതേപോലെ ശാസ്ത്രികൾ. ശാസ്ത്രികൾ എക്സാമ്പിളാണ്. പിന്നെ മാരാർ. മാരാർ മാരാർ എന്ന് പറഞ്ഞാലും പൂജക ബഹുവചനമാണ്. അപ്പോൾ നമ്മൾ ബഹുമാനം കൊടുക്കുന്ന, പേര് കണ്ടാൽ ബഹുവചനം എന്ന് തോന്നിക്കുന്ന വാക്കുകൾ. ഇനി അടുത്ത ഇതൊരു PYQ ആണ്, അടുത്തിടെ ചോദിച്ചതാണ്, റയറാണ്. അർ എന്ന ശബ്ദം, അർ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നത് ഏത് തരം ബഹുവചനമാണ്? അത് പഠിച്ചു വെച്ചോ. പും സ്ത്രീ സ്ത്രീലിംഗ ബഹുവചനം. പും സ്ത്രീ, ഞാൻ കറക്റ്റ് പറയാം, അത് കാരണം വെച്ചാൽ ഒരു പുതിയ ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾ കാണാതെ പഠിച്ചു, എങ്ങാനും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അർ. പും സ്ത്രീ ബഹുവചനമാണ്. പും സ്ത്രീ ബഹുവചനമാണ് അർ. ഓക്കെ, ഇത്രയാണ് മലയാളം. അപ്പം മിടുക്കർ എന്ന് പറയുമ്പോൾ അതിൽ പെണ്ണും വരാം ആണും വരാം, അലിംഗം. മിടുക്കന്മാർ ഏതെങ്കിലും ആണോ പെണ്ണോ മാത്രം വരുന്നത്. അപ്പം മിടുക്കന്മാർ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രം, അപ്പം സലിംഗം. മിടുക്കികൾ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ മാത്രം, അപ്പം സലിംഗം. ഇനി നപുംസകം എന്ന് പറഞ്ഞാൽ ആണുമല്ല പെണ്ണുമല്ല, അല്ലാത്തതെന്ന് പറഞ്ഞാൽ മരങ്ങൾ, പുസ്തകങ്ങൾ, പുഴകൾ അടക്കം. പൂജക ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ സത്യം പറയാൻ ഒന്നിക്കൂടുതൽ ആൾക്കാരില്ല, പക്ഷേ ആ പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് അത് ഒന്നിക്കൂടുതൽ ആൾക്കാരുള്ള പോലെ തോന്നും. മാരാർ, സ്വാമികൾ, ശാസ്ത്രികൾ. അർ എന്ന് പറഞ്ഞാൽ PYQ ആണ്, പഠിക്കണം, കാണാതെ പഠിച്ചോ. പും സ്ത്രീ ബഹുവചനം. പും സ്ത്രീ ബഹുവചനം. ഇനി ഇവിടെ പറഞ്ഞു കുരുന്ന് അധികം ഓല കുരുത്തോല, ഇന്നി പിരിച്ചെഴുതിയ ഈ അധികം നീ, ചെപ്പേട് പിരിച്ചെഴുതിയ ചെമ്പ് അധികം ഏട്. ഓക്കെ, മലയാളമായി ഇംഗ്ലീഷായി നമുക്ക് മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട് നിർത്താം. അവിടെ ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാൻ ക്വസ്റ്റ്യനെ പഠിപ്പിക്കൂ, അല്ലാതെ സമയം കളയാൻ വയ്യ. അതുകൊണ്ടാണ് ഹോട്ട് ടോപ്പിക്സെ നമ്മൾ എടുക്കുള്ളൂ കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും എന്നൊരു ഉറപ്പുള്ളത് നമ്മൾ ചോദിക്കും, എടുക്കുള്ളൂ. ഇത് ചോദിച്ചിരിക്കും, അതാണ് നമ്മളൊരു പ്രത്യേകത. സംഭവം 1984, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, 1984 സെപ്റ്റംബർ 20. സെപ്റ്റംബർ 20 എന്ന് പറയുന്നത് വ്യാഴാഴ്ച ആയിക്കഴിഞ്ഞാൽ 1992 സെപ്റ്റംബർ 20 ഏത് ദിവസമാകും? കലണ്ടറിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മോഡൽ സെറ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇതേ മോഡലായിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 1984 സെപ്റ്റംബർ 20 വ്യാഴാഴ്ച ആയാൽ 92 സെപ്റ്റംബർ 20 ഏത് വർഷമാവും, ഏത് ദിവസമാവും എന്നാണ് ചോദിച്ചത്. കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുക. എല്ലാ വർഷത്തിലെയും 1-ാം തീയതി അല്ലെങ്കിൽ ഏതൊരു ദിവസം, ആ ഒരു ദിവസം അടുത്ത വർഷമാകുമ്പോൾ ആ ദിവസത്തിനേക്കാൾ 1 കൂടും. ഒരു വർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസം അടുത്ത വർഷം ആ ദിവസം ആകുമ്പോഴത്തേക്ക്, അതായത് സെപ്റ്റംബർ 20 ഈ വർഷത്തത് അടുത്ത വർഷമാകുമ്പോൾ 1 കൂടും. വ്യാഴം എന്നുള്ളത് വെള്ളിയാവും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി ഈ നമ്മൾ കടന്നു പോകുന്ന ഇയറിൽ ഫെബ്രുവരി 29 ഉള്ള വർഷം, അതായത് അതിവർഷം, ലീപ്പ് ഇയർ, അതിവർഷം വന്നു കഴിഞ്ഞാൽ ഈ D+1 എന്ന് പറയുന്ന സ്ഥാനത്ത് D+2 ആവും. വ്യാഴം എന്നുള്ളത് വെള്ളി ശനി 2 ദിവസം കൂടും. കാരണം നോർമലി ഒരു ദിവസം കൂടുന്നത് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം ആകുമ്പോഴാണ്. ഇനി ഫെബ്രുവരി 29 ഉള്ള, അതായത് അതിവർഷമുള്ള വർഷങ്ങളാണെങ്കിൽ 2 കൂടും. കാര്യം നോർമലി 1 കൂടും. അതോടൊപ്പം ഫെബ്രുവരി 29 ദിവസം കൂടെ വരെയില്ല, സാധാരണ 28 ഉള്ളൂ. അപ്പോൾ 2 കൂടും. അതാണ് ഇതിലെ പോയിന്റ്. അപ്പോൾ 84 സെപ്റ്റംബർ 20 ശേഷം 85 സെപ്റ്റംബർ 20 ആകുമ്പോൾ എത്ര കൂടും? ഒരു ദിവസം കൂടും അല്ലേ. 86 1986 ആകുമ്പോൾ വീണ്ടും 1 കൂടും. 87 ആകുമ്പം വീണ്ടും 1 കൂടും. 88 1988 സെപ്റ്റംബർ ആകുമ്പം
വീണ്ടും ഒന്നല്ല കൂടുന്നത്, 2 കൂടും. കാരണം 88 എന്ന് പറയുന്നത് 1988 എന്ന് പറയുന്നത് എന്താണ്, ഒരു അതിവർഷമാണ്. അപ്പോൾ അവിടെ 2 കൂടും കേട്ടോ, 2 കൂടും. 89 അതിവർഷം അല്ല, അപ്പോൾ 1 കൂടും. 90 എത്ര കൂടും, 1 കൂടും. 91 1 കൂടും. 92 എന്താണ്, അതിവർഷമാണ്. 4ന്റെ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന എല്ലാം അതിവർഷമാണ് കേട്ടോ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വർഷങ്ങളും അതിവർഷവും. അങ്ങനെ പഠിച്ചാൽ മതി. 2000 അതിവർഷമാണ്. അതിൽ നിന്ന് കുറഞ്ഞു പോകുന്നതും കൂടി പോകുന്നതും 4 വെച്ചുള്ളത് എല്ലാ അതിവർഷമാണ്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ 92 2 കൂടും. ഇങ്ങനെയാണ് കൂട്ടുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന എത്രയാണോ അത് വ്യാഴത്തോട് കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. 85 1. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 10 ദിവസം കൂടും. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടോ കൊണ്ട് 3 5 6 7 8 9 10. ഓക്കെ. 84 സെപ്റ്റംബർ 20. 84 അതിവർഷമാണ്. പക്ഷേ നമ്മൾ അടുത്തേ പോകുമ്പോൾ 2 കൂട്ടുന്നില്ല. കാര്യം വെച്ചാൽ 84 സെപ്റ്റംബർ 20 ശേഷം 85 സെപ്റ്റംബർ 20 ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ അതിവർഷമില്ല. ഇതിന് ഈ ഫെബ്രുവരി 29 മുമ്പത്തെ ഒരു ഡേറ്റ് കൂടെ തന്നിട്ടുണ്ടെങ്കിൽ 2 കൂടിയാണ് അല്ലേ. അപ്പോൾ അത് ഇവിടെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫെബ്രുവരി 29 കടന്നു പോകുന്ന എല്ലാ വർഷങ്ങളിലും 2 കൂടും. ഫെബ്രുവരി 28 മാത്രമല്ല, ലീപ്പ് ഇയർ അല്ലാത്ത വർഷങ്ങളിൽ 1 കൂടും. ഇവിടെ മൊത്തം 10 കൂടി. ഇപ്പോൾ വ്യാഴത്തോടൊപ്പം 10 ദിവസം കൂടിയാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാഴത്തോടൊപ്പം 7 ദിവസം കൂടുമ്പോൾ വീണ്ടും വ്യാഴം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 ദിവസം കൂടെ കൂടാറുണ്ട്. അപ്പം വ്യാഴം കഴിഞ്ഞ് വെള്ളി ശനി ഞായർ വരും. ഓക്കെ, ഇത്രയാണുള്ളത്.